വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ സച്ചിയാവുമ്പോ അതെനിക്കൊരു ബലമാണ്. എന്നെ അത്രയ്ക്ക് വിശ്വാസമാണോ? 100% വിശ്വാസമാ. ഏതപകടത്തിലും സച്ചി എന്നെ കൈവിടില്ലെന്ന് എനിക്ക് ഉറപ്പാ. അത്രയ്ക്ക് ആത്മവിശ്വാസം വേണ്ട. ഈ കാര്യത്തിന് എനിക്ക് ആത്മവിശ്വാസം കൂടുതലാ. സ്ത്രീകളെ ഏറ്റവും നന്നായി ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അവരോട് ആദരവോടെ പെരുമാറുകയും ചെയ്യുന്ന ഒരാളാണ് സച്ചി. ഒരു സ്ത്രീ, അത് ഭാര്യയായാലും കാമുകിയായാലും, ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കൂടിപ്പോയ ഒരു 6 മാസം. അതിനു മുമ്പ് അടുത്ത ബന്ധത്തിലേക്ക് പോകുന്നവര് ഞാൻ കണ്ടിട്ടുള്ള പുരുഷന്മാരെല്ലാവരും. പക്ഷേ സച്ചി അങ്ങനെയല്ല. അർച്ചന സ്വന്തം ജീവിതത്തിൽ നിന്ന് പോയിട്ട് 10 വർഷമാവുന്നു. ഇപ്പോഴും സച്ചി അർച്ചനയ്ക്ക് വേണ്ടിയാ കാത്തിരിക്കുന്നത്. മറ്റൊരു ബന്ധത്തെക്കുറിച്ചോ ഒരു സ്ത്രീയെക്കുറിച്ചോ ഇന്ന് വരെ ചിന്തിച്ചിട്ട് പോലുമില്ല. ഉണ്ടോ? ഒരു പരിധിക്കപ്പുറം ഒരു സ്ത്രീയും സച്ചി അടുപ്പിക്കില്ല. എനിക്കത് നല്ലപോലെ ബോധ്യായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സച്ചിയുടെ കൂടെ ഏത് പാതിരാത്രിയിലും എവിടെ വരാനും എനിക്ക് 100% വിശ്വാസമാണ്. ഞാൻ തേടുന്ന മനുഷ്യർക്കിടയിൽ നിന്ന് ഒരു ദിവസം അർച്ചന എന്റെ മുന്നിലേക്ക് വരുമെന്ന് തന്നെയാ എന്റെ പ്രതീക്ഷ. നമ്മൾ എപ്പോഴും ഒന്നിനെ തന്നെ തേടി നടന്ന അത് നമ്മുടെ മുന്നിലേക്ക് തന്നെ വരും. അതൊരു യൂണിവേഴ്സൽ ട്രൂത്താ. അത് യൂണിവേഴ്സൽ ട്രൂത്ത് ആണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അർച്ചനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചുള്ള ചിന്ത എന്റെ മനസ്സിലില്ല. ഇനി ഇതിന്റെ പേരിൽ മൂഡ് ഓഫ് ആവണ്ട. നീ എന്തെങ്കിലും ഇരിക്കുന്നേ? അത് സന്ദീപ് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. നീ അവനെ വിളിച്ചില്ലേ? വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവനിങ്ങനൊരു മാറ്റം വരാൻ കാരണം എന്താണെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. ഈ കള്ളുകൂടി തുടങ്ങിയപ്പോ മുതൽ ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാ, ഇത് നമ്മുടെ ജീവിതം തകർക്കുമെന്ന്. അപ്പോഴൊക്കെ എന്നോടെന്ത് വാശി പോലെയായിരുന്നു അവന്. വാശി നിന്നോട് മാത്രമല്ല, അവൻ എല്ലാരോടും ഉണ്ട്. കേസിന്റെ കാര്യത്തില് ഞാൻ ഉഴപ്പുന്നു അവന് നേരത്തെ പരാതിയുണ്ട്. നമ്മളെ ഏൽപ്പിച്ച വക്കീല് നമ്മളെ ചതിച്ചതാ, അല്ലാതെ ഞാനതിൽ ഉഴപ്പിട്ടില്ല. ആ കേസ് ജയിച്ചിരുന്നെങ്കിൽ അതോടെ എല്ലാ പ്രശ്നവും തീർന്നേനെ. കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള പ്രായവും പക്വതയും ഒക്കെ അവനുണ്ട്. മനഃപൂർവ്വം ആരോടുള്ള വൈരാഗ്യം തീർക്കാൻ കുടിക്കുന്ന പോലെ കുടിക്കുന്നത്. മുറിയിൽ വന്ന് എന്നോട് കുറ്റം പറയുന്നത് മുഴുവൻ സച്ചേട്ടനെയാ. അതെനിക്കറിയാം. അവൻ പറയുന്നതിനെല്ലാം ചെവി കൊടുക്കാൻ പോയാലേ പിന്നെ അതിന് മാത്രം സമയം കാണൂ. എന്തായാലും ഞാൻ അവനോടൊന്ന് സംസാരിക്കാം. ഇന്നല്ല നാളെ. ഇന്നിനി അവൻ കള്ളുപിടിച്ച് വെളിവില്ലാതായിരിക്കും വരുന്നത്. ഞാൻ നാളെ അവനോട് സംസാരിക്കാം. സ്വാർത്ഥത ഒരു തെറ്റല്ല, അറിവില്ലായ്മ. അവനവന്റെ കർമ്മത്തിലും പ്രവൃത്തിയിലുമാണ് ഈശ്വരൻ കുടികൊള്ളുന്നത്, അല്ലാതെ അമ്പലത്തിലല്ലാന്ന് അവക്കൊരു ദിവസം മനസ്സിലായിക്കോളും. ചൂടില്ലല്ലോ അല്ലേ? രാജീവിന് വേണ്ടി വഴിപാട് കഴിക്കാൻ പോയതായിരിക്കും അല്ലേ? അതെ, അല്ലാതെ പിന്നെ ആർക്കു വേണ്ടിയാ ഞാൻ പ്രാർത്ഥിക്കുന്നത്? രാജീവിന് ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഇപ്പോ കുറച്ച് ആശ്വാസമുണ്ട്. എന്റെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറയണം കേട്ടോ. ശിശിരയുടെ വിഷമം എനിക്ക് മനസ്സിലാവും. രാജീവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ശിശിരയ്ക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാവും. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അനുഭവിച്ചല്ലേ പറ്റൂ. സത്യം പറഞ്ഞാ എന്റെ പ്രതീക്ഷയ്ക്ക് ആകെ പോയി. എല്ലാ സ്വപ്നങ്ങളോടെയാ ഞാൻ രാജീവേട്ടനെ കല്യാണം കഴിച്ച്.
പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ? ഇനി എന്നാ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുന്നു പോലും എനിക്കറിയത്തില്ല. വിഷമിക്കാതെ. ജീവനോടെങ്കിലും രാജീവിനെ തിരിച്ചു കിട്ടിയല്ലോ. നല്ലതുപോലെ ട്രീറ്റ്മെന്റും കൊടുക്കുന്നുണ്ട്. പതുക്കെ പതുക്കെ ജീവിതത്തിലേക്ക് രാജീവ് തിരിച്ചു വരും. തന്റെ ഇപ്പോഴത്തെ വിഷമങ്ങളൊക്കെ മാറും. ഞാനല്ലേ പറയുന്നേ, ധൈര്യമായിട്ടിരിക്കെ. എന്നെ ആ ജംഗ്ഷനിൽ നിന്ന് ഇറക്കി വിട്ടാ മതി. അവിടെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. എനിക്ക് അവിടെ കൂടി ഒന്ന് കയറണം. ആ ശരി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ. കുറച്ചുനേരം അവന്തിയോട് സംസാരിച്ചപ്പോ എനിക്ക് വലിയൊരു ആശ്വാസമായി. ശിശിരിക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം. എന്ത് സഹായം ചെയ്യാനും ഞാൻ റെഡിയാ. എന്നാ ഞാൻ പോട്ടെ, പിന്നെ കാണാം. ശിശിര, ഒരു മിനിറ്റ്. കഴിഞ്ഞ ദിവസം നമ്മൾ തമ്മിൽ കണ്ടപ്പോ ഞാനൊരു കാര്യം മറന്നുപോയി. ഇത് ശിശിരയ്ക്കുള്ള ഗിഫ്റ്റാ. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ പ്രതീക്ഷിക്കാത്ത പലതും ഉണ്ട്. ശിശിര ഇപ്പോ എനിക്കെന്റെ സഹോദരിയെ പോലെയാ. എന്താവശ്യമുണ്ടേലും എന്നോട് ചോദിക്കാൻ ഒരു മടിയും വിചാരിക്കണ്ട. അപ്പൊ ശരി, കാണാം. ശരി.